ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് റോബോറോക്ക് വാക്യൂമിംഗ് ആൻഡ് മോപ്പിംഗ് മെഷീൻ എങ്ങനെയാണ് മാപ്പിംഗ് ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യുന്നതെന്നൊക്കെ നോക്കിയാലോ. എൻ്റെ ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് പ്ലേ സ്റ്റോറിൽ പോയിട്ട് റോബോറോക്കിൻ്റെ ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. കണ്ടോ, എൻ്റെ മൊബൈലിൽ ഞാൻ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൽ പറയുന്ന ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ട് ലോഗിൻ ID ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ആപ്പിൻ്റെ സ്ക്രീൻഷോട്ട് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം വാക്യൂമിങ്ങും മോപ്പിങ്ങും ചെയ്യേണ്ടുന്ന ഏരിയ കൊടുത്താൽ ആപ്പ് തന്നെ ഓരോ ഏരിയയും റൂം ആയിട്ട് മാപ്പ് ചെയ്തുകൊള്ളും. മെഷീൻ സ്റ്റാർട്ട് ചെയ്യാൻ ആപ്പ് ഉപയോഗിച്ച് ആവശ്യമുള്ള ഏരിയ മാത്രം സെലക്ട് ചെയ്ത് കൊടുത്താൽ മെഷീൻ പോർട്ടിൽ നിന്നും ആ ഏരിയയിലേക്ക് പോയിട്ട് വാക്യൂമിങ്ങും ചെയ്യും, മോപ്പിങ്ങും ചെയ്യും. വാക്യൂമിംഗ് മാത്രമാണെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റുന്നതാണ്. ഇപ്പോൾ ഞങ്ങൾ മാപ്പിംഗ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് താഴത്തെ ഏരിയ മാത്രമാണ്. സെൻട്രൽ കിച്ചൺ, ഡൈനിങ് അടങ്ങുന്ന സ്ഥലം മാത്രം. അവിടെയാണ് ഇപ്പോൾ വാക്യൂമിങ്ങിനും മോപ്പിങ്ങിനും ഞങ്ങൾ ആപ്പ് വഴി മെഷീൻ സ്റ്റാർട്ടാക്കി വെച്ചിട്ടുള്ളത്. ബെഡ്റൂംസൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഞങ്ങളുടെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലാണ്. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. കണ്ടോ, കൃത്യമായിട്ട് ഓരോരോ ഏരിയയിലും റോബോറോക്ക് പോയിട്ട് അതിൻ്റെ ജോലി ചെയ്തുകൊള്ളും. ടൈൽസ് ഇട്ട ഫ്ലോറാണെങ്കിലും അതിൻ്റെ മേൽ കാർപ്പറ്റ് വിരിച്ചതാണെങ്കിലും അല്ലെങ്കിൽ വുഡൻ ഫ്ലോർ ആണെങ്കിലും എല്ലായിടത്തും ഈ മെഷീൻ ഉപയോഗിക്കാവുന്നതാണ്. ഞാനിതിൻ്റെ അൺബോക്സിംഗ് വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ കുറച്ച് കൂട്ടുകാരൊക്കെ ഫീഡ്ബാക്ക് ആവശ്യപ്പെട്ടിരുന്നു. ഞാൻ പറഞ്ഞതുപോലെ ബേസിക് മോഡലാണ് ഞങ്ങൾ മേടിച്ചിരിക്കുന്നത്. വളരെ യൂസ്ഫുള്ളായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. സമയക്കുറവുള്ള ആൾക്കാർക്കൊക്കെ ഇത് പ്രത്യേകിച്ചും വളരെ യൂസ്ഫുള്ളായിരിക്കും. മെഷീൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഫ്ലോറിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കൊടുക്കണം. ഉദാഹരണത്തിന് ചെരുപ്പുകളോ മറ്റോ ഫ്ലോറിലുണ്ടെങ്കിൽ അതൊക്കെ മാറ്റിക്കൊടുക്കേണ്ടതാണ്. സോഫയുടെ അടിയിലായാലും സൈഡിലായാലും ഒക്കെ അതിന് പോകാൻ കഴിയുന്ന സ്ഥലത്തൊക്കെ പോയിട്ട് ക്ലീൻ ചെയ്ത് വരും.
പിന്നെ ഇതുപോലുള്ള ഷീറ്റുകളുള്ള സ്ഥലത്ത് കുറച്ച് പ്രയാസം അനുഭവപ്പെടും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് വേണമെങ്കിൽ മാറ്റിക്കൊടുത്താൽ മതി. രാത്രി കാലങ്ങളിലാണെങ്കിൽ ടൈമർ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ അത് രാത്രി തന്നെ നമ്മൾ എഴുന്നേൽക്കുന്നതിന് മുമ്പ് ആ സമയത്തിനുള്ളിൽ തന്നെ എല്ലാം വാക്വമിങ്ങും മോപ്പിങ്ങും ഒക്കെ ചെയ്തുകൊള്ളും. ഇനി ഇടയ്ക്ക് വെച്ച് ചാർജ് തീർന്നു പോയാൽ തന്നെ ഓട്ടോമാറ്റിക്കായി അതിൻ്റെ പോർട്ടിലേക്ക് പോയിട്ട് ചാർജായി കഴിഞ്ഞാൽ അതിൻ്റെ ജോലി കണ്ടിന്യൂ ചെയ്തുകൊള്ളും. കണ്ടോ, ഇതുപോലുള്ള കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഷീറ്റോ മറ്റോ ചെറിയ ചെറിയ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വയ്ക്കേണ്ടതാണ്. അപ്പോൾ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് അത് പോർട്ടിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട് കാണാം. ഫ്രണ്ട്സ്, എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി. മറ്റൊരു പുതിയ വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ, സീ യു സൂൺ.